ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് ഞാനൊരു ടെക്നിക്കൽ കാണിക്കാൻ പോകുന്നതല്ല. പിന്നെ ഷർട്ട് തേക്കുന്നത് ചേട്ടന്മാരും അപ്പച്ചന്മാരും അനിയന്മാരും മക്കളുടെയൊക്കെ ഉണ്ടെങ്കിൽ എത്ര വേഗത്തിൽ നമ്മൾ ഷർട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലൊക്കെ നല്ല വെള്ളം ചീട്ടിട്ട് ഇതുപോലൊക്കെ നല്ല വെള്ളം ചീട്ട. ആദ്യം വെള്ളം ചീട്ടിട്ട് ഇതുപോലൊക്കെ ഒന്ന് കുത്തിയെടുക്കുക. ഇത് എത്ര വേഗത്തിൽ ആവുന്നറിയാം തേക്കണം. നമുക്ക് വെള്ളം ചീട്ടി നന്നായിട്ട് നനയ്ക്കുക. ഒത്തിരി ഒന്നുമല്ല, അതിലും ഒരു മയം പറയാനല്ലാതെ ഒരു നനച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലക്ക് പിന്നെ പട്ടനെ തേച്ച് തരും. ഇതൊക്കെ പസയൊക്കെ പിടിപ്പിച്ച ഷർട്ടനെ നമ്മുടെ വെള്ളം നനച്ച് തേച്ചാൽ ഒരു നല്ല ലെവലിൽ വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലൊക്കെ പട്ടനെ വെള്ളം ചീട്ടിട്ട് ഒരു ഷർട്ടൊക്കെ പട്ടനെ ആവുന്ന തേച്ച് കഴിഞ്ഞെങ്കിൽ ഇതുപോലൊക്കെ നല്ല നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ തേക്കേണ്ടതാണ്. ഇതുപോലൊക്കെ പട്ടനെ തേച്ചെടുക്കുക. ആദ്യം കോലറാണ് തേക്കുക. ഇതുപോലക്ക് ഈ വെള്ളം ചീട്ടിക്കന്നെ കുത്തി പിടിക്കാൻ പോലക്ക് അങ്ങനെ കുത്തണം. അതുപോലെ അങ്ങനെയല്ല പട്ടനെ നനച്ച് കിട്ടുള്ളൂ. തുണിയിലെ ഒരു നല്ല മയത്തിൽ നനയ്ക്കുക. എന്നിട്ട് ആദ്യം കോലർ തേച്ചിട്ട് ഷോൾഡറാണ് തേക്കേണ്ടത്. രണ്ടാമത്തെ ഇത്ര പട്ടനെ ഒതുങ്ങി കിട്ടുന്നറിയോ. ഇത് പസ തേച്ച ഷർട്ട് അങ്ങനെ പട്ടനെ ഒന്നും ഒതുങ്ങില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചേട്ടന്മാരെയും അനിയന്മാരെയും മക്കളെയൊക്കെ ഉണ്ടെങ്കിൽ പട്ടനെ നമ്മളങ്ങനെ തേച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ തേക്കണേ. ഇത് ഷോൾഡർ, പിന്നെ ഹാൻഡ്, കൈ തേക്കുക. ഇത് നല്ല മുണക്ക് ഒതുങ്ങുന്നുണ്ട്. പിന്നെ വെള്ളം ഇങ്ങനെ നനച്ച് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. നല്ല മുണക്ക് പസ തേച്ച് പിടിപ്പിച്ച ഷർട്ട് ഒതുങ്ങി കിട്ടും, അല്ലാതെ ഒതുങ്ങില്ല. ഹാൻഡ് ബോക്സ് നല്ല ചൂടും വേണം. അപ്പോൾ നല്ല ഒതുങ്ങി കിട്ടും. ഇത് ഉണ്ടോ. അപ്പോൾ എപ്പോഴും വെള്ളം ചീട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ ചീട്ടി കുത്തിപ്പിടിനെ പോലൊക്കെ നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും വെള്ളം ചീട്ടേണ്ട. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇതുപോലൊക്കെ പട്ടന് ഒതുങ്ങി കിട്ടുന്നുണ്ട്. ഇത് പട്ടന് ഒതുങ്ങി കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ടും ഉരുണ്ടിക്കടിക്കും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ. നല്ല പൊണക്ക് ഒതുങ്ങുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ നല്ല ഒതുങ്ങുള്ളൂ. ഉണ്ടോ. എത്ര പട്ടനെ തേച്ച് തരുന്നു. അല്ലെങ്കിൽ നമുക്ക് അരമണിക്കൂറൊക്കെ വേണം ഒരു ഷർട്ട് തേക്കിന് പസ തേച്ചത്. പിന്നെ ബാഗും തേച്ചു. ഇതിനെ ഫ്രണ്ട് തേച്ച് കൊടുക്കുക. ഇത് മുൻകൊന്ന് നല്ല വലിച്ച് നല്ല ഇങ്ങനെ ആദ്യം കൈകൊണ്ട് ലെവൽ ചെയ്യുക. ഇത് നമുക്ക് എത്ര പട്ടനെയാവുന്നു തേച്ച് നല്ല
ഉണ്ട്. എത്ര പെട്ടെന്ന് തേച്ചിക്കുന്നു, നല്ല ഓക്കെ ആയി. ഓക്കെ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനിയും എൻ്റെ വീഡിയോ കാണണം. ഓക്കെ, ബൈ ബൈ.